എല്ലാവർക്കും നമസ്കാരം. തൃപ്പൂണിത്തുറയിൽ BJP വലിയ രീതിയിൽ വിജയിച്ചിരിക്കുകയാണ്. അപ്പം LDF ഉണ്ടല്ലോ, കോൺഗ്രസിനോട് ചോദിച്ചിരിക്കുകയാണ് നമുക്ക് സഖ്യം ചേർന്നാലോ എന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. LDFനെ ജനം പുറത്താക്കിയതാണല്ലേ. ശക്തമായ ഭരണവിരുദ്ധ വികാരം മാനിച്ച് ജനങ്ങളുടെ അഭിപ്രായം കാരണമാണ് LDF ഇന്ന് തൃപ്പൂണിത്തുറയുടെ പടിവാതിൽ പോലും കാണാതെ പുറത്തായിരിക്കുന്നത്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, കോൺഗ്രസ് ജനങ്ങൾ ഇത്രയും വെറുത്തൊരു പാർട്ടിയെ, പുറന്തള്ളിയ പാർട്ടിയെ സഖ്യം ചേർന്ന് തിരിച്ചു കൊണ്ടുവന്നാൽ 4 മാസം കഴിഞ്ഞ് അസംബ്ലി തിരഞ്ഞെടുപ്പാണ്, നിയമസഭാ തിരഞ്ഞെടുപ്പാണ്. ഇതാരെയായിരിക്കും ഏറ്റവും കൂടുതൽ പ്രതികൂലമായിട്ട് ബാധിക്കുക? 4 മാസം കഴിഞ്ഞ് കോൺഗ്രസ് ചെന്ന് നിൽക്കുമ്പോൾ BJP പറയില്ലേ, LDFുമായിട്ട് തൃപ്പൂണിത്തുറയിൽ സഖ്യം ചേർന്നവന്മാരാണ് ബാക്കി സ്ഥലങ്ങളിൽ BJPക്കെതിരെ സംസാരിച്ച് LDFിൻ്റെ ശത്രുക്കളായിട്ട് കാണിക്കുന്നതെന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, LDF എന്ത് ട്രിക്കിയാണെന്ന്. അതായത് കോൺഗ്രസ്സിന് എത്ര പെട്ടെന്ന് LDFന് പറ്റിക്കാൻ സാധിക്കുന്നുവെന്ന്. ഇപ്പം ഏകദേശം ഉറപ്പായി 2026 നിയമസഭയിൽ LDFിൻ്റെ അവസ്ഥ. ഇവിടെ എന്തെങ്കിലും അബദ്ധം കോൺഗ്രസ് കാണിച്ചാൽ, ഒന്നാമത്തെ കാര്യം തമ്മിലടിക്കാതിരുന്നാൽ മാത്രമേ 2026 തിരഞ്ഞെടുപ്പ് കോൺഗ്രസ്സിന് ജയിക്കാൻ പറ്റൂ. മുഖ്യമന്ത്രിയൊക്കെ പിന്നെ ആദ്യം ഈ ഭരണത്തിൽ നിന്ന് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയെ പുറത്താക്കുന്നതാണ് ഫസ്റ്റ് ടാസ്ക്, ആദ്യത്തെ ലക്ഷ്യം. രണ്ടാമത്തെ കാര്യം, BJPയെ മറയാക്കിയിട്ട് LDF ഇപ്പോൾ രക്ഷപ്പെടാൻ നോക്കുകയാണ്. ഇവിടെ സഖ്യം ചേരുകയാണെങ്കിൽ BJP നാളെ പറയും LDFുമായിട്ട് തൃപ്പൂണിത്തുറയിൽ സഖ്യം, ബാക്കിയുള്ളിടത്തൊക്കെ ശത്രുക്കൾ. BJPക്ക് അതൊരായുധമായി. അപ്പോൾ ആരുടെ വോട്ട് BJP പിടിച്ചെടുക്കും? കോൺഗ്രസിൻ്റെ. LDFിൻ്റെ വോട്ട് അവിടെ തന്നെ നിൽക്കും. മൂന്നാമത്തെ കാര്യം, ഇങ്ങനെ LDFിൻ്റെ വോട്ട് കോൺഗ്രസിൻ്റെ വോട്ട് BJP പിടിച്ചെടുക്കുകയാണെങ്കിൽ LDF വീണ്ടും ഭരണത്തിൽ വരും. തൃപ്പൂണിത്തുറയിൽ LDF CPIMുമായിട്ട് കോൺഗ്രസ് സഖ്യം ചേർന്നാൽ കേരള രാഷ്ട്രീയത്തിൻ്റെ ആനമണ്ടത്തരമാണ് ചെയ്യാൻ പോകുന്നത്. 4 മാസത്തിന് ശേഷം കോൺഗ്രസ് നിലം തൊടാതെ പൊട്ടും. അതുകൊണ്ട് ഈ കെണിയിൽ കോൺഗ്രസ് വീഴാതെ സൂക്ഷിക്കണം. അതിൻ്റെ ഉത്തരവാദിത്തം പ്രതിപക്ഷ നേതാവായ VD സതീശനാണ്. LDF വച്ചിരിക്കുന്ന ഈ കെണിയിൽ സത്യത്തിൽ LDFന് വേണ്ടത് തൃപ്പൂണിത്തുറയല്ല, കേരളം മൊത്തവുമാണ്. ഏത് വിധേയനെയും തൃപ്പൂണിത്തുറയിൽ സഖ്യം ചേർന്നാൽ LDFന് ഒരു ഇമേജ് ഉണ്ടാക്കാൻ പറ്റും. കോൺഗ്രസ് അവർക്കെതിരല്ല. അപ്പോൾ വോട്ട് എവിടെ നിന്ന് ചോരും? UDFിൽ നിന്ന് BJPയിലേക്ക് ചോരും. BJPക്ക് ഒരു കുഴപ്പവും ഉണ്ടാകത്തില്ല. BJPക്ക് കിട്ടേണ്ട സീറ്റ് കിട്ടിയാൽ കിട്ടി, ചിലപ്പോൾ സീറ്റ് കിട്ടത്തില്ല. BJPയുടെ അവസ്ഥ നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം തിരുവനന്തപുരത്ത് വളരെ നല്ലൊരു പെർഫോമൻസാണ് BJP കാഴ്ചവെച്ചിരിക്കുന്നത്. കോൺഗ്രസും LDFും ഒരുപോലെ ഞെട്ടി. BJP തിരുവനന്തപുരത്ത് ജയിക്കാൻ വേറൊട്ടിയാണ് കാരണം. അത് വേറൊരു